ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മണാലിയിലാണ്. സോ നമ്മളുടെ ഹോട്ടലിന്റെ പിന്നിലായിട്ട് ഫുൾ ആപ്പിൾ ട്രീ ആണ്. പക്ഷെ അതൊക്കെ ഉണങ്ങിയിട്ടാണ് നിൽക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ വന്നിട്ട് മണാലിയിലെ വിശേഷം പറയാനാണ്. സോ ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഫുൾ ഐസാണ് കിടക്കുന്നത്. സോ നമ്മുടെ ഐസൊക്കെ കാണാൻ പോകുന്നുണ്ട്. എക്സൈറ്റഡ്. ഞങ്ങളൊരു ജംഗിളിന്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രിഡ്ജ് കയറാൻ പോകുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഒറ്റ വണ്ടിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, നടക്ക് പോകാൻ പറ്റുന്ന സ്ഥലമില്ല. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും കിട്ടാൻ. ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. ഞങ്ങൾ സോളങ് വാലിക്ക് പോകുന്ന ഒരു വഴിയാണിത്. കറക്റ്റ് സോളങ് വാലിയാണ്. നമ്മള് ഈ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സോളങ് വാലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എന്തൊക്കെയാണെന്നുള്ളതാണ്. കണ്ടില്ലേ, ഡ്രസ് മേടിക്കണം, നല്ല നോക്കിയിട്ട് എടുക്കണം. വാ 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 വാ. ഇതാണ് മണാലി. മണാലിയുടെ പർവ്വതം, എന്താ പറയാ, ഹിമവനി ഞാൻ പറയാറില്ല. ഫുള്ള് ഐസാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ലാൻഡിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സംഭവം മണാലി ഈസ് എ ഗ്രേറ്റ് സ്നോഫാൾ ആൻഡ് എവറിത്തിങ്. അടിപൊളി. ഞങ്ങളൊരു പാക്കേജ് എടുത്തത്. അതിൽ സ്കീയിങ് ഉണ്ട്, പിന്നെ ഒരു ട്യൂബിൻ്റെ മുകളിൽ ഇറക്കാം, പിന്നെ യാർഡിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കറക്കാം. യാക്ക് അങ്ങനെ അടിപൊളിയാണ്. നമ്മുടെ നിശാവും സ്കീയിങ് പരിശീലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടിപൊളി. വീഴണ്ട ഇതാ വീഴാൻ പോണ ആള്. വീടില്ല. അപ്പോൾ അങ്ങനെ അടിപൊളി. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യും. മഞ്ഞിൽ കളിക്കണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞങ്ങളുടെ പരിപാടിയാണ്. 4 ദിവസം പോട്ടാ, ഒരു എളുപ്പമില്ല. ഇതിൽ പറയാൻ പറ്റില്ല.
വെള്ളം ചൂടുവെള്ളം എപ്പോഴും പിടിക്കാം. എപ്പോഴേ അറിയാം നമ്മൾ വെറുതെ വീഴാൻ പോവാ. ഓക്കെ മോള് വിളിക്കുന്നത് നോക്കിയോട്ടെ. മണാലി ട്രിപ്പിന് വരുമ്പോൾ മണാലിയുടെ ഈ ഐസ് സ്നോവിൻ്റെ അവിടെ വരുമ്പോൾ സോളങ് വാലി ഇതിന് കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതെന്താണെന്നുള്ളത് നമ്മുടെ ലിഷയുടെ ഓണർ ലിഷാസിന്റെ ഓണർ ലിഷ നിങ്ങളോട് പറയുന്നതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള സോക്സ് തന്നെ യൂസ് ചെയ്ത് അപ്പൊ അത് ഭയങ്കര അടിയിൽ നിന്ന് നല്ല തണവെടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള സോക്സ് തന്നെ ഇട്ട പക്ഷെ അടിയിൽ നിന്ന് തണവെടുക്കുന്ന കാരണം ഭയങ്കര മരയിക്കാം. അപ്പൊ അവിടെ സോക്സ് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ സാധാരണ സോക്സ്. അതിന് 100 രൂപയാണ് അതിന്റെ വില. 100 രൂപയുള്ള വാടക. വാടകയല്ല അത് പുതിയത് നമുക്ക് ഗ്ലൗസ് അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 100 രൂപ. വേറെ എവിടുന്നും ഗ്ലൗസ് മേടിക്കരുത്. ഗ്ലൗസ് നമ്മൾ വരുന്ന വഴികളിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മളെ നിർത്തും ഡ്രൈവർമാര്. അപ്പൊ അവരൊക്കെ പറയും അത് മേടിച്ചു ഇത് മേടിച്ചോന്നൊക്കെ. പക്ഷെ അതിനും 200. ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഗ്ലൗസ് സെയിം തന്നെയാണ്. പക്ഷെ അതിന് 200 രൂപ കൊടുത്ത് വാങ്ങിച്ചത്. ഇത് സെയിം തന്നെ 100 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ സോക്സ് എന്തായാലും വാങ്ങിക്കണം അവിടെ നിന്ന് 100 രൂപയുടെ. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് 70 രൂപയുടെ സോക്സ് ആണ്. അത് കട്ടിയാണ് പക്ഷെ അതിനേക്കാൾ നല്ല കട്ടിയാണ് ഈ സോക്സ്. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ തണവറിയില്ല. അതിന് തണവ് നമ്മള് ആദ്യം വാങ്ങിച്ച സോക്സ് ഭയങ്കര തണവ. അത് സൂക്സ് അല്ല ഷൂ നല്ല കട്ടിയാണെങ്കിലും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജെന്നിഫർ അത് മാറ്റിയിട്ടു. അവിടെ അവള് മാറ്റിട്ടു. പപ്പയും അന്നയും മാത്രമേ മേടിച്ചിട്ടുണ്ടായുള്ളൂ. ഞങ്ങൾക്ക് ഓൾറെഡി സാധാരണ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മേടിക്കണം നല്ലതാ. ഡ്രസ്സിന് 250 കേട്ടോ. ഡ്രസ് വിത്ത് അത് കോൺസ്റ്റന്റ് പ്രൈസ് ആണ് 250. പക്ഷെ ഗെയിംസിന്റെ പ്രൈസിൽ വേരിയസ് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങള് ഡ്രസ് വാങ്ങിക്കുമ്പോ നല്ല ഇതുള്ളത് വാങ്ങിക്കണം. മറ്റേ കുറച്ചും കൂടെ നല്ല തുണി വാട്ടർ പ്രൂഫിന്റെ. അതായത് മറ്റത് ഞങ്ങളുടെ ഡാഗ്രി എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ എടുക്കുമ്പോ അത് വെള്ളം നനയാൻ പാടില്ല. 3 പേരുടെ നല്ലതാ. പക്ഷെ എനിക്ക് വന്നിട്ടും കിട്ടിയത് പെട്ടെന്ന് ഇത് എടുക്കുന്നു, വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ ടൈപ്പ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ബാക്കിയുള്ളവർക്ക് ഓക്കെ കുഴപ്പമില്ല. പിന്നെ പറയുന്ന എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 2-3 പ്രാവശ്യം വീഴുക, പിന്നെ ഇരിക്കുക, പിന്നെയും വീഴുക. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ സ്കീ ആയി. ഐസില് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കട്ടി ഇതായിട്ട് 18/3/2013. അതിന്റെ ഉസ്താദാണ് ഈ നിൽക്കുന്നത്. ഇതില് പേപ്പർ തുണി കപ്പട ഉസ്മേ ചിപ്പക്കായ പപ്പയും മമ്മിയും നിക്കുന്നുണ്ട്. വരും സൂം ഔട്ട് ചെയ്യണ്ട. അപ്പൊ ഞങ്ങൾ റെഡി ആവാണ്. ഞങ്ങളുടെ സ്പെഷ്യൽ റൈഡ്. അല്ല കിട്ടോക്കെ
ഒന്ന് 500 റുപ്യാണ് ഒരു 2 ആൾക്കാർക്ക് 3 ആൾക്കാർക്ക് ഇരിക്കാതിൻ്റെ. പിന്നെ അതിപ്പോൾ നമ്മുടെ മക്കള് പോണത് അതിന് 200 റുപ്യ. അവിടുന്ന് സ്കീ ചെയ്തിട്ട് വരാം, ഒരു പ്രത്യേക സ്കീ. പിന്നെ സ്മോൾ പാരാഗ്ലൈഡിങ് 500 റുപ്പീസ്, അല്ല സോറി 1000 റുപ്പീസ്. പിന്നെ ഏറ്റവും ടോപ്പിൽ പോണതിന് 3000 റുപ്പീസ്. പിന്നെ ടയർ ട്യൂബ് പോണതിൽ ഞങ്ങൾ 50 റുപ്യ മേടിച്ചോളാം. ശരിക്കും പോണത് സ്ലോപ്പിലൊക്കെ സ്പീഡിലുണ്ട്. ശരിക്കും സ്പീഡ് ബോട്ട് പോലെയാണ്. സ്പീഡിലൊക്കെ പോകും. 400 രൂപയാണ്. ശരിക്കും 500 രൂപ പറഞ്ഞു. ഒരു വഴിക്ക് നമുക്ക് 2 പേർക്ക് പോവാം, പിന്നെ ചോട്ടിക്ക് പോവാം. സോ സൂപ്പർ ആയിട്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പാരാഗ്ലൈഡിങ്ങിനുള്ള പൊക്കാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ആളാണ് ഇട്ടത്. ഞാൻ आपका कृष्णा बोलते उधर जाके हेलमेट मिलेगा. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് കുറേ കയറണം. മഞ്ഞിൻ്റെ മുകളിലൂടെ കയറിയിട്ട് വരണ്ട്. മൊബൈലൊക്കെ പിടിച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. എടുക്കാൻ പറ്റും. പിളകി നല്ല കയറ്റ കയറി പരിപ്പിളങ്ങി. ഓക്കെ, എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് സുഖമുണ്ട്. ഓക്കെ, ഇത് സോളങ് വാലിയിലെ പാരാഗ്ലൈഡിങ്ങിന് പോണതാണ്. 1000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഉയരത്തുനിന്ന് ചാടാം. അടിപൊളി. ഓക്കെ, കാണാട്ടാ. കുറച്ചുകൂടി കയറാണ്ട്. അവരൊരാൾ കയറിപ്പോയി. കയറി വന്നു. ഹെൽമെറ്റൊക്കെ കിട്ടു. നമ്മുടെ അടുത്തത് അവിടെ കയറാൻ പോവാ. എല്ലാ സാധനങ്ങളും സെറ്റപ്പാക്കി. അപ്പോൾ ഇനിയിപ്പോൾ കയറിയിട്ട് ഓടണമെന്നൊക്കെ പറയണ്ടേ. നോക്കിയോട്ടെ. നമ്മളിപ്പോൾ ആകാശത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങള് വേറെ വല്ല ഡ്രൈവറിനെ ഇട്ടൊക്കെയാണ് വരണമെങ്കിൽ അവര് കുറെ സ്ഥലം കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്യാൻ നോക്കണം. ലൈക്ക് താഴെയുള്ള നമ്മള് കണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നോ ഒക്കെ എന്ന് പറഞ്ഞാൽ കറുത്ത കളറാണ്, അധികം വൃത്തിയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്കീയിങ് ആയാലും ഈ ട്യൂബിന് താഴത്തേക്ക് വരുന്നതായാലും അധികം ദൂരമില്ല, അത്ര രസമില്ല. പക്ഷെ അത് നല്ല റേറ്റും ഉണ്ട്. പക്ഷെ മുകളിലേക്ക് ഒരു പാക്കേജിന് ഒരാൾക്ക് ലൈക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സ്നോ സ്കൂട്ടർ, പിന്നെ ട്യൂബിന്റെ ഇത്, പിന്നെ എന്തായിരുന്നു സ്കീയിങ്, പിന്നെ സർബിങ്, ഇതെല്ലാം കൂടിയിട്ട് ആകെ കൂടി 1000 രൂപയുള്ളൂ ഒരാൾക്ക്. ഇത് നിങ്ങൾ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കിട്ടും. സോ ഇത് സോലാങ് വാലിയിൽ കുറെ സ്ഥലമുണ്ട്. ഇങ്ങനെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥലമുണ്ട്. അതിൽ ഏറ്റവും ടോപ്പത്തെ സ്ഥലമാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അവിടെ എന്ന് പറയാൻ നല്ല ക്ലിയർ സ്നോ. അതേപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ സ്കീയിങ് ആയാലും എന്തായാലും എന്ത് അഡ്വഞ്ചർ സ്പോർട്സ് ആയാലും അത് നല്ല ദൂരമുണ്ട്. നല്ല എന്താ പറയാ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടയറിന്റെ വീഡിയോ കണ്ടില്ലേ, എന്ത് സ്റ്റീപ്പാ, നല്ല രസം വരുന്നത്. നല്ല ഫിക്സഡ് റേറ്റ് ആണ് ഒരാൾക്ക് 1000 രൂപ. പാരാഗ്ലൈഡിംഗ് നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കണം. 1000 ഉണ്ട്. പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോകണമെങ്കിൽ 3200. അപ്പൊ അത് നല്ല ഹൈറ്റിൽ കൊണ്ടുപോകണം, കുറെ നടക്കണം. അത് കുറച്ച് പ്രശ്നമാണ്. 1000 രൂപ ആണെങ്കിൽ നമുക്ക് നടന്നു പോകണം, അല്ലെങ്കിൽ നമുക്ക് റോപ്പേയിൽ പോകാം. റോപ്പേ ആണെങ്കിൽ ഒരാൾക്ക് 600 ആണ് പോയി വരാൻ. അപ്പോ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജിയാണ്, നല്ല രസമാട്ടോ. ഇവിടെ റോപ്വേക്കും പിന്നെ പാരാഗ്ലൈഡിംഗും സെപ്പറേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ സ്പോർട്ട് ആക്ടിവിറ്റിക്കും നിങ്ങൾക്ക് എന്താ പറയാ ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം. ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം, ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം, പാക്കേജിലും ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, അതിലിങ്ങനെ 200 രൂപ 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ സ്നോയിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാം. നല്ല സ്നോ. ശ്രദ്ധിക്കേണ്ടത് താഴെയുള്ള എന്താ പറയാ അഡ്വഞ്ചർ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ പറയാ സ്നോക്ക് കളറൊന്നും ഉണ്ടാവില്ല, കറുത്ത കളറായിരിക്കും. പിന്നെ എന്താ പറയാ അധികം ദൂരമൊന്നും ഉണ്ടാവില്ല നമ്മളുടെ സ്പോർട്സ് ഒന്നും. അപ്പൊ താഴെ
പ്രിഫർ ചെയ്യാതിരിക്കാം, ഏറ്റവും മുകളിലേക്ക് വരിക, എന്നിട്ട് ഇവിടെയുള്ള സ്പോർട്സ് ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാരെ ശ്രദ്ധിക്കണം, ബിക്കോസ് അവർക്ക് എല്ലാവർക്കും കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അവര് വേറെ സ്ഥലം പ്രിഫർ ചെയ്യും. ഇത് പപ്പ പറഞ്ഞാട്ടോ, പ്രിഫർ ചെയ്യും. നമ്മൾ അതൊന്നും ബോധർ ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിന് വരിക. അത് മറക്കരുതാ. നീ വലുതാകുമ്പോ നമ്മളൊക്കെ ക്യാമറയിൽ എല്ലാവരും നീ വലുതാകുമ്പോ നമ്മളൊക്കെ കൊണ്ടുവന്നോളോ. അതിന് വേണ്ടിട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് മറക്കരുതാ. പറഞ്ഞോ. വരുമ്പോ ഞങ്ങൾ ഫോണ് കഴിക്കാൻ വിളിച്ചു. നല്ല ചൂടുള്ള അവിടെ ചൂടാക്കാനും കൈയൊക്കെ ചൂടാക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. എല്ലാം നല്ല തണുപ്പായി. 12 നല്ല ഉറക്കത്തിലാണ്. ട്രാങ്കുലിൻ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ അടുത്ത് വീട് പറയുകയാണ്. ഇത് സൂപ്പർ ഹോട്ടലാണ്, നല്ല റൂം, അതേപോലെ തന്നെ നല്ല സർവീസും ആണ്. സോ അവിടുത്തെ ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. राजकुमार है मेरा नाम सर. राजकुमार, ये हमारा पूरा सर्विस यही करना था. My name is Ramesh. Front office. Okay. So സോ നമുക്ക് മണാലിയിൽ നിന്ന് നമ്മളുടെ ട്രാങ്കുലിൻ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് വീട് പറയാം. ബൈ. ഷിംല മണാലിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു പാർക്ക് കയറി. നല്ല പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടിപൊളി എന്താ പറയാ സെറ്റപ്പ് ഉള്ളതാണ്. കുറെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചു. ആദ്യമായിട്ടാണ് മണാലിയിൽ വെച്ച മലയാളികളെ കണ്ടുമുട്ടുന്നത്. നിങ്ങളപ്പോ എവിടെയാ? അവിടെ നേരിട്ട് ടിക്കറ്റ് വരികയാണോ? അതെ. അപ്പൊ നിങ്ങൾ ബസ്സാണോ അതോ? ഏത് വണ്ടിയാ? ട്രാവലർ. ഞങ്ങള് ദുബായിൽ നിന്ന് ഡൽഹി, ഷിംല, മണാലി അങ്ങനെ വന്ന് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോകണ്ടേ. ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി പോകാൻ റെഡിയില്ല നാട്ടിലേക്ക്. തൃശ്ശൂര്. അതെ. അപ്പൊ പറഞ്ഞോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. മാർക്കറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. നല്ല ഷാളുകൾ, ചുരിദാറ്. പിന്നെന്താ ചെയ്യുന്നത് സാർ? അവളുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്. നല്ല രസം. ഒരു ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ തണുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിക്കാൻ. നല്ല തണുപ്പുള്ള കാണുന്നത് പ്ലം ട്രീ ആണ്. കംപ്ലീറ്റ് പൂത്ത് നിൽക്കുകയാണ്. ഈ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലംസ് ഉണ്ടായതുകൊണ്ട് ഫുൾ വൈറ്റ് കളറിലും റോസ് കളറിലുമുള്ള പൂക്കളായിരിക്കും മുകളിൽ.